എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു, എല്ലാവരും കണ്ടുവെന്ന് ഞാൻ കരുതുന്നു. വേറൊന്നല്ല, ഞാനിന്ന് വീഡിയോയിൽ ആദ്യം നിങ്ങളോടെല്ലാം നന്ദി അറിയിക്കാൻ വന്നതാണ്. പിന്നെ കുറേ പേര് എന്നോട് ആ വീഡിയോ ചെയ്തൂടെ ഈ വീഡിയോ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടി ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം എന്നോട് ഒരാൾ ആവശ്യപ്പെട്ടു, ഒന്ന് രണ്ടുപേർ ആവശ്യപ്പെട്ടു ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഇത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ നിന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഇത്രയും കാണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ ഈ എൻ്റെ റൂമിലെ ഡോറിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമായിരിക്കും, ഇത് എൻ്റെ ഡോറിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഈ ഡോറിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ്. അപ്പോൾ വീട് അധികം സൗകര്യമില്ല. അപ്പോൾ ആ സൗകര്യമുള്ള സൗകര്യത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് വീഡിയോസ് കാര്യങ്ങളെല്ലാം. അപ്പം അത് ഒരുപാട് പേര് വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ കുറേ പേര് കളിയാക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തുകൂടെ, എന്നും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഉള്ളൂ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തുകൂടാ എന്നുള്ള താല്പര്യക്കുറവൊന്നുമില്ല. ചെയ്യണം എന്ന് തന്നെയാണ് ഇഷ്ടം. ഒരു കുറവായതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് മനസ്സിലാക്കുക. അതുപോലെ വീടും കൂടെ കാണിച്ച് കുക്കിംഗ് വീഡിയോയിൽ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാചകം ചെയ്യുമ്പോൾ ചേച്ചിയും കൂടെ കാണിച്ച് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, അങ്ങനെ എനിക്ക് കാണിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ വരട്ടെ കാണിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് എനിക്ക് അതിൽ കമൻറ്റ് ചെയ്തു. കുറേ പേര് എനിക്ക് മോശമായിട്ട് കമൻറ്റ് ചെയ്തു. കാരണം അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം നിങ്ങളെയും കൂടെ ഞാൻ കരയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേദനിച്ച വേദന ബാക്കിയൊരു വ്യക്തിയും വേദനിക്കരുത്. ഓക്കെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പോലും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പോലും വേദനിക്കുവാനോ സങ്കടപ്പെടുന്നതോ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതെന്താണെന്ന് ഓപ്പണായിട്ട് പറയുന്നില്ല. കാരണം ആ പറഞ്ഞ വ്യക്തി ഈ വീഡിയോ കാണണം കേട്ടോ. ഈ പറഞ്ഞ വ്യക്തി, കാരണം ഈ പറഞ്ഞ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളൂ, ആരെയും ഒന്നും പറയരുത്. കാരണം ഇല്ലാത്തവൻ്റെ അവസ്ഥ അവനറിയാൻ പറ്റുള്ളൂ. ഞാൻ ഹസ്ബൻഡും 2 മക്കളും അതുപോലെ അമ്മയും, ഞങ്ങൾ കൂട്ടു ഫാമിലിയാണ്. എല്ലാവരും കൂടിയാണ് ഈ വീട്ടിൽ. ഞങ്ങളുടെ പഴയ വീടാണ്. എനിക്ക് സ്വന്തമായി വീടില്ല. പക്ഷേ ഈ പറഞ്ഞ വ്യക്തി എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റ് ഇട്ടിട്ട് പറഞ്ഞു സ്വന്തമായിട്ട് വീട് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കളിയാക്കി. പക്ഷെ ഒന്ന് മനസ്സിലാക്കാം, സ്വന്തമായി വീട് ഇല്ല എന്ന് പറയുന്നവൻ്റെ അവസ്ഥ, അവൻ്റെ വേദന അത് അവനെ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ഇത് കളിയാക്കരുത്, കളിയാക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉള്ളവരായിരിക്കാം, പക്ഷെ ഇല്ലാത്തവൻ്റെ അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലായിരിക്കാം, പക്ഷെ നമ്മുടെ വാക്കുകളിൽ അവരെ നിർത്താൻ നമുക്ക് പറ്റും, അവരെ സ്നേഹിക്കാൻ പറ്റും. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിൽ ബാക്കിയുള്ളവന് കൊടുക്കാനൊന്നുമില്ല കേട്ടോ. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെ ഉപദ്രവിക്കില്ല, ആരെ ദ്രോഹിക്കില്ല. എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. കാരണം അത് സ്നേഹമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിലല്ലാതെ കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഉള്ള ഒരു വ്യക്തിയായിരിക്കാം എന്നെ ഇത് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീടില്ല എന്ന് പറഞ്ഞ് കളിയാക്കി എന്നെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം വീട് ഇല്ലാത്തവരവസ്ഥ അത് അവർക്കറിയാൻ പറ്റും അല്ലേ. ഇന്ന് ഈ ലോകത്ത് വീടില്ലാതെ ജീവിക്കുന്നവർക്ക് അവരുടെ അവസ്ഥ അറിയാൻ പറ്റും. ഞാൻ ഷോർട്സ് ചെയ്യുന്നു, ലൈവിൽ വരുന്നു, ഹാപ്പിയായി നിൽക്കുന്നു, നിങ്ങളെ കോമഡിയൊക്കെ റീൽസൊക്കെ ചെയ്ത് ചിരിപ്പിക്കുന്നു. പക്ഷെ ഒന്ന് ഓർക്കുക, എൻ്റെ വേദനകൾ അതെനിക്കറിയാവും അല്ലേ. എപ്പോഴും ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ അദ്ദേഹം എല്ലാവരെയും ചിരിപ്പിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിക്കുന്ന വേദന അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എനിക്ക് അറിയാം. ഒരു കോമഡി ചെയ്യുന്ന ഒരു വ്യക്തി അത് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്കറിയാൻ പറ്റും. അതുപോലെയാണ് ഞാനും റീൽസ് ചെയ്യുന്നു, എല്ലാവരും ചിരിപ്പിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇത് പറയാൻ തന്നെ കാരണം 2-3 പേര് വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യാത്തതെന്നൊക്കെ. കുട്ടികളെയൊക്കെ വീട്ടിനകത്ത് ഇരുന്ന് നിങ്ങൾ ഒരുമിച്ച് സമയം ചിലവഴിക്കുന്ന വീഡിയോസ്. പക്ഷേ വീട്ടിനകത്തുള്ള സൗകര്യക്കുറവുള്ളതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുത്തില്ല.
പറ്റും പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ ആർക്കും ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് കുറച്ച് വീഡിയോസ് ആ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ 1-2 പേരെടുത്ത് ഞാൻ വിട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാനിവിടെ ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട്. കാരണം നിങ്ങൾക്കൊരു ബോറടി പാടില്ലല്ലോ, എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അവരോട് ചോദിച്ചിട്ട് അവരുടെ വീട്ടിൻ്റെ പോയി ചെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതിനൊന്നും നിൽക്കണില്ല, ഒറ്റ ബാക്ക്ഗ്രൗണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സുകൾ, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമുണ്ട് ഒരുപാട്. കാരണം ഒരമ്മ മക്കളല്ല എങ്കിൽ പോലും എന്നെ ഒരുപാട് പേര് ഓരോരോ ജില്ലയിൽ നിന്നാണ് എന്നെ സ്നേഹിക്കുന്നത്. ഒരുപാട് പേര് എനിക്ക് യൂട്യൂബിൽ കൂടെ കിട്ടിയ ഫ്രണ്ട്സുകളാണ്, അതൊരു കൂടപ്പുറപ്പുകളാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരനായിരിക്കാം, ഒരു ചേട്ടനായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അനുജനായിരിക്കാം. ഒരുപാട് അങ്കിൾമാരെ കിട്ടി, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രായമുള്ളവരെ വരെ എനിക്ക് കിട്ടി. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മളെ തളർത്തുമ്പോൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ 5 പേരെ ദൈവം കൊണ്ടുവരുമെന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ എന്തെന്നാലും ഞാൻ നിങ്ങളെയും കൂടി വിഷമിപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ എൻ്റെ ഈ ലോങ് വീഡിയോസ് കാണുക, ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെൻ്റെ വീഡിയോസ് കാണുക, വീഡിയോസ് കണ്ടിട്ട് ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ടൊക്കെ ചെയ്യുക. ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെയും ചെയ്യുക. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത് നോക്കുക കേട്ടോ, അത് സൗകര്യക്കുറവുണ്ടായിട്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് നോക്കാം. ഓക്കെ, വേറെ വിശേഷമൊന്നുമില്ല. അപ്പം തീർച്ചയായിട്ടും ആരെയും കളിയാക്കാതിരിക്കുക. അപ്പോൾ യൂട്യൂബിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് എന്നെ പറഞ്ഞു വേറെ പണിയില്ലെന്നായിട്ട്. പണിയില്ലാത്തത് കൊണ്ടല്ല, ഇത് യൂട്യൂബ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചു, എൻ്റെ ഫാമിലി സപ്പോർട്ടോടെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി സപ്പോർട്ടുള്ളപ്പോൾ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടൊക്കെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരുപാട് പേരാണ് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് പോലും അറിയില്ല, എങ്കിൽ പോലും എന്നെ അറിയില്ല അവർക്ക്, എന്നിട്ട് പോലും അവരെന്നെ സ്നേഹിക്കുന്നു. ഞാൻ തിരിച്ചവർക്ക് കൊടുക്കുന്നത് ഇരട്ടി സ്നേഹമാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും താങ്ക് യു പറയുകയാണ്. ഇന്ന് എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരോടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഓക്കെ, ബൈ ബൈ.